നമസ്കാരം. ഇറാന്റെ മുന്നിൽ മുട്ടുവിറച്ചാണ് നിൽക്കുന്നതെങ്കിലും അത് സമ്മതിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറല്ല. ഇറാനെ ഭയപ്പെടുത്തി ആണവ കരാറിൽ ഒപ്പുവെക്കാമെന്നത് ട്രംപിന്റെ അതിമോഹം മാത്രമാണ്. ട്രംപിന്റെ ഒരു തരത്തിലുള്ള ഭീഷണികൾക്ക് മുന്നിലും അടിയറവ് പറയുന്നവരല്ല ഇറാൻ. ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനു നേരെ ആക്രമണം നടത്തുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന് പരമാവധി 15 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. അതിനിടെ കരാർ ഉണ്ടാക്കിയില്ല എങ്കിൽ ആക്രമിക്കും. ഇത് നേരത്തെ 10 ദിവസമായിരുന്നു. അത് 10 ദിവസത്തിനുള്ളിൽ സമ്മതിച്ചില്ല എങ്കിൽ ആക്രമണം എന്നായിരുന്നു നേരത്തെ നിലപാട്. എന്നാൽ ആ നിലപാട് മാറ്റിയാണ് ഇപ്പോൾ 15 ദിവസമാക്കിയത്. എന്തായാലും ഒന്നുകിൽ കരാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ച് ദൗർഭാഗ്യകരമാവും കാര്യങ്ങൾ എന്നാണ് ട്രംപിന്റെ ഭീഷണിയും. ഇറാൻ അർത്ഥവത്തായ കരാർ ഉണ്ടാക്കിയില്ല എങ്കിൽ 10 ദിവസത്തിനകം എന്തു നടക്കുമെന്ന് കാണാമെന്നായിരുന്നു ബോർഡ് ഓഫ് പീസ് സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു വെച്ചത്. ഈ വാരാന്ത്യത്തിൽ ഇറാനെ ആക്രമിക്കാൻ സന്നദ്ധമാണ് എന്നും US സൈന്യം വൈറ്റ് ഹൌസിനെ അറിയിച്ചതിനെ തുടർന്നാണ് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനത്തത്. എന്തായാലും ഇറാനെതിരെ ഏതു നിമിഷവും ആക്രമണം നടത്താൻ അമേരിക്ക സജ്ജമായിരിക്കെ ഇവിടെ മറ്റൊന്നുകൂടി പറയാനുണ്ട്. 2003 ഇറാഖ് അധിനിവേശത്തിനു ശേഷം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ വ്യോമസന്നാഹമാണ് US ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ അത്യാധുനികമായ F-35, F-22 യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്നു എന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെ ആക്രമിക്കാനുള്ള US സൈന്യത്തിന്റെ നീക്കത്തിന് ഇനി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ അനുമതി മാത്രമേ ലഭിക്കാനുള്ളൂ. എന്നാൽ ആക്രമണം വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ട്രംപ് ഇതുവരെയും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് സൂചന. ജോർദാനിലെ മുവാഫഫ് സാൽറ്റി എയർബേസിലേക്കും സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിലേക്കും ധാരാളം US യുദ്ധവിമാനങ്ങളും സപ്പോർട്ട് വിമാനങ്ങളും മാറ്റിയതായും ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റ വ്യക്തമാക്കുകയാണ്. കൂടാതെ ഇലക്ട്രോണിക് വാർഫെയർ വിമാനങ്ങൾ അടങ്ങിയ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലും മേഖലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 13 കപ്പലുകളാണ് നിലവിൽ മിഡിൽ ഈസ്റ്റിലെ മെഡിറ്ററേനിയൻ കടലിലുമായി വിന്യസിച്ചിരിക്കുന്നത്. അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള വൻ മിസൈൽ ശേഖരം ഇറാൻ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. കൂടാതെ മേഖലയിലെ സഖ്യകക്ഷികളുടെ സഹായത്തോടെ എണ്ണക്കപ്പലുകളുടെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുവാനും ഇറാൻ ശ്രമിച്ചേക്കും. നിലവിലെ സാഹചര്യം വളരെ സങ്കീർണമാണ് എങ്കിലും യുദ്ധത്തെക്കാൾ നല്ലത് നയതന്ത്രപരമായ കരാറാണ് എന്ന് മുൻ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്നാൽ ട്രംപിന്റെ കാലാവധി കഴിയുന്നതുവരെ താൽക്കാലികമായ ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെക്കാൻ മാത്രമേ ഇറാൻ തയ്യാറായേക്കൂ എന്ന് പല വിദേശ ഉദ്യോഗസ്ഥരും കരുതുന്നു. എന്താവും കാര്യങ്ങളെന്ന് നമുക്ക് ഇനി കാത്തിരുന്നു തന്നെ കാണാം.